ചെയ്യാൻ പോകുന്നത് എന്താണ് മിക്കു? ഫ്രൂട്ട് സലാഡ് ഐസ്ക്രീം ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമ്മുടെ ബെൽ ബട്ടൺ അമർത്തുകയും കൂടി ചെയ്യണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാമല്ലോ. നമ്മൾ എടുത്തിരിക്കുന്നത് പച്ചമുന്തിരിയാണ് കേട്ടോ. പച്ചമുന്തിരി, പിന്നെ മൊസാമ്പി നമ്മൾ എല്ലാം നമുക്ക് 6 മോൾഡേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ഇത്തിരി എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ മൊസാമ്പി, നമ്മൾ ഓറഞ്ച് അല്ല എടുത്തിരിക്കുന്നത്, മൊസാമ്പിയാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് തണ്ണിമത്തനാണ് കേട്ടോ. പിന്നെ മാങ്ങ എടുക്കുമ്പോൾ പുളിപ്പുള്ളത് പുളിപ്പില്ലാത്തത് നോക്കിയെടുക്കുക. പിന്നെ നമ്മുടെ രസാതളിപ്പഴവും ഏത്തപ്പഴവും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത്തിരി തേൻ എടുത്തിട്ടുണ്ട് കേട്ടോ, ഇത്തിരി എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പാല്, പിന്നെ എന്താണ് നട്ട്സ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ ഇതിൽ ഇടുമ്പോഴത്തേക്കും ടേസ്റ്റിനും കൂടി കൂടും, പിന്നെ ഹെൽത്തിയുമാണ്. അപ്പം നമ്മൾ ഇത്രയും സാധനങ്ങളെ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇട്ടാലോ? നിൽക്കൂ, ആദ്യം നമുക്ക് ഓറഞ്ച് ഇടാം. ഓക്കെ, നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഇല്ലാതെ എടുക്കണം കേട്ടോ. നമ്മുടെ പാൽ മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര ഫോർസ് ഉണ്ടാവും. കുറച്ചേ മതിയാവും. അത്ര ഇട്ടോളൂ ചേച്ചി. ഓക്കെ, അപ്പം നമ്മുടെ ഓറഞ്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, മൊസാമ്പി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുന്തിരി എടുത്താലും മിക്കോ? മുന്തിരി എടുത്താം. ഓക്കെ, നമ്മുടെ മുന്തിരിയും ഇത്തിരിയും നമ്മൾ എടുത്തിട്ടുള്ളൂ. എല്ലാ ഫ്രൂട്ട്സും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചോളൂ. നമ്മൾ പച്ചമുന്തിരിയാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്നത് പഴമാണ്. 2 സൈസ് പഴമുണ്ട് കേട്ടോ. ഇത് വലുതാണ്. പഴത്തിന് നമുക്ക് ജ്യൂസ് ഇല്ല, അപ്പം നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓറഞ്ചിലാണ് ജ്യൂസ് ഉള്ള. ഓക്കെ, നമ്മുടെ പഴവും ഇട്ടിട്ടുണ്ട്. അടുത്തത് നമ്മുടെ മാംഗോയാണ് കേട്ടോ. മാംഗോ പുളിപ്പില്ലാത്ത മാംഗോ എടുക്കണേ. മാംഗോയിൽ നമ്മുടെ ജ്യൂസ് ഒന്നും ഇല്ല കേട്ടോ. ലാസ്റ്റ് ഈ പാത്രത്തിൻ്റെ അടിയിൽ ഇത്തിരി ജ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ മൊത്തം കമത്താത്തത്. ലാസ്റ്റായിട്ട് നമ്മൾ എടുക്കുന്നത് തണ്ണിമത്തനും കൂടിയാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ തീരും. ഇതൊക്കെ ഞാൻ നച്ചിടാം, എൻ്റെ കയ്യിൽ പോവില്ല. മിക്കുവാണ് നട്ട്സ് ഇടുന്നത്. ഇനി നമുക്ക് ഇത്തിരി തേൻ ഒഴിച്ചു മൊത്തം ഒഴിച്ചോ മിക്കോ? തേൻ മൊത്തം ഒഴിച്ചോ? ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മള് മറ്റേ ഇത് എടുക്കാം. പാലാണ് കേട്ടോ. നമ്മൾ പാൽ ഒഴിച്ച് ഇനി നമ്മൾ എല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കാണുമ്പോൾ തന്നെ നല്ല കളറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഒരു ഫ്രൂട്ട് സാലഡ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എങ്ങനെ ഉണ്ടാക്കും നമ്മൾ? വെയിറ്റ്, ഇതാണ് നമ്മൾ ഐസ്ക്രീം മോൾഡ്. ഇത് 200-300 രൂപയ്ക്ക് താഴെയാണ്. പിന്നെ നമ്മൾ ഒരു സെറ്റിൽ തന്നെ വാങ്ങിച്ചത് 6 മോൾഡാണ് നമുക്ക് കിട്ടിയത് ഒരു സെറ്റിൽ. അപ്പം നമുക്ക് നേരെ ഒഴിച്ചാലോ? അപ്പം നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഈ മോൾഡിലൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മോൾഡിൻ്റെ ഇത് നമുക്ക് കളയാതെ ഒഴിക്കണം കേട്ടോ.
കുറേ ഉണ്ട്. 2 പിപ്പ് പാല് നമ്മൾ നന്നായിട്ട് എല്ലാം നിറച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമുക്കിതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഐസ്ക്രീം ഇവിടെ അടച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ഇതിലെടുത്ത് നിറച്ച് കൊടുക്കാം. അതിതാ നമ്മുടെ ഐസ്ക്രീം ഇവിടെ നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഐസ്ക്രീം ഇവിടെ 6 മോൾഡിലായിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഫ്രീസറിൽ കൊണ്ടുവയ്ക്കാം. പിന്നെ കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും നമ്മൾ വയ്ക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യുന്ന സ്റ്റിക്ക് നമ്മൾ മാറ്റി നോക്കരുത്, കാരണം നമ്മൾ പകുതി വെച്ച് മുറിഞ്ഞു പോകും ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ചെന്ന് നോക്കരുത്. ഇനി നമുക്കിത് ഫ്രീസ് ആവാൻ കൊണ്ട് വെച്ചാലോ? ഓക്കെ, അപ്പം നമ്മുടെ ഐസ്ക്രീം നമുക്ക് ഫ്രീസ് ആവാൻ വയ്ക്കാം. ഓക്കെ, നമ്മുടെ ഐസ്ക്രീം വച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നാളെ ഉറപ്പായിട്ടും ഞങ്ങൾ കഴിക്കുന്ന വീഡിയോ ആഡ് ചെയ്തേക്കാവേ. അപ്പോൾ ബൈ ബൈ, ഐ ലവ് യു.